ഇതാണ് മീഷോൻ്റെ സപ്ലയർ പാനൽ ഹോം പേജ്. ഇതിൽ ഇടതുവശത്ത് കാണുന്ന ആ 3 ലൈൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരും. ഈ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ ഈ റിട്ടേൺ ആക്റ്റീവ് ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് വ്യൂ ഓൺ കൊടുക്കുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആവശ്യം നമുക്ക് റോങ് റിട്ടേൺ ആണല്ലോ വന്നിരിക്കുന്നത്, അത് നമ്മളെ കൊടുത്ത സാധനമില്ലല്ലോ നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏത് ഓപ്ഷനെ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ ഐ ഹാവ് റിസീവ്ഡ് റോങ് റിട്ടേൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അടിയിലത്തെയും ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻസിൽ ഒരു 7 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറയാൻ ഞാൻ നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മൾ ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും അത് ആ റിട്ടേൺ വന്നിട്ടുള്ള പാക്കറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കണം. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ആ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയമുണ്ടല്ലോ, അത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഈ ലാബലും ആ ബാർകോഡൊക്കെ കറക്റ്റ് കിട്ടുന്ന വിധത്തിൽ വേണം വീഡിയോ എടുക്കാൻ എന്നതൊക്കെയാണ് ഈ 7 കണ്ടീഷനിൽ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മൾ എങ്ങനെയാണ് ക്ലെയിം റേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന റേസ് എ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ചെയ്യും. ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ഇഷ്യൂ ആണ് നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഐ ഹാവ് റിസീവ്ഡ് റോങ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വരുന്നത് സബ് ഓർഡർ നമ്പറാണ്. നമ്മൾക്ക് ഒരു ഓർഡർ വരുമ്പോൾ അതിലൊരു ഓർഡർ ഐ ഡിയും കൂടെ കിട്ടും. ആ ഒരു ഓർഡർ ഐ ഡി ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യാത്ത കാരണം അത് അവിടെ വരത്തില്ല. മൂന്നാമത്തേന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ പാക്കറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ കൊടുക്കും. ഈ 2 ഓപ്ഷനിൽ ഈ ടാമ്പേർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടേതല്ലാത്ത സാധനം കിട്ടി എന്നുള്ളതിനെയാണ് അത് അർത്ഥമാക്കുന്നത്. പിന്നെ 4ാമത്തെ ഓപ്ഷൻ പാക്കറ്റ് ഐ ഡി. അത് ഒരു ബാർകോഡ് ഐ ഡി ആ പാക്കറ്റിൻ്റെ മുകളിലായിട്ട് കാണാം. ആ ബാർകോഡ് ഐ ഡിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം കണ്ടോ, ആ ചിത്രത്തിൽ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ലേ, ആ ഒരു ഐ ഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഇന്ന് പൊട്ടിക്കുന്നതിനേക്കാൾ മുമ്പാണ് അതിൻ്റെ ആ ബാർകോഡ് ഐ ഡിയും ആ ലാബലും നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കാം. പൊട്ടിച്ചതിന് ശേഷം അഡ്രസ്സിൻ്റെ ഒരു പിക്കും നമ്മൾ എടുത്ത് വച്ചിരിക്കണം. പിന്നെ ഇത് പൊട്ടിക്കുന്ന ഒരു വീഡിയോയുമാണ് വേണ്ടത്. ഈ വീഡിയോ നമ്മൾ ഒരു 25 MB ഒതുങ്ങുന്ന വിധത്തിലായിരിക്കണം എടുക്കേണ്ടത്. അത് എഡിറ്റിങ്ങോ വലിയ ലോങ്ങോ സ്പീഡോ ഒന്നും കൂടാതെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെ എടുക്കേണ്ടതെന്ന്. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ ഇമേജോ എന്തെങ്കിലും ബില്ലോ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു നമ്പറും കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ റിപ്ലൈ ആയിട്ട് ഇതിൽ തന്നെ അയക്കും. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഇവിടെ മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇഷ്യൂവിന് അവരെന്ത് അപ്ഡേറ്റാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും.
നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ്, അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് അറിയില്ല. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.